ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്നേഹം ഉള്ളിലുള്ളതിനാൽ ഇന്നുമെന്നും പാടിടും ഞാൻ. ക്രിസ്തുവിന്റെ സ്നേഹം ഉള്ളിലുള്ളതിനാൽ ഇന്നുമെന്നും വാഴ്ത്തിടും ഞാൻ. പരിശുദ്ധനെ പരമോന്നതനെ പരിപൂർണ ശുദ്ധനെ പരമോന്നതനെ പരിപൂർണനെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിച്ചിടുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിച്ചിടുന്നു. പെരുകുന്നു ഏറുന്നു വർദ്ധിച്ചിടുന്നു പെരുകുന്നു ഏറുന്നു വർദ്ധിച്ചിടുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്നേഹിക്കുന്നേ 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 യേശുവേ സ്നേഹിക്കുന്നേ 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 യേശുവേ. ദിനവും യേശുവിന്റെ കൂടെ ഓരോ ദിനവും യേശുവിന്റെ ചാരേ ദിനവും യേശുവിന്റെ കൂടെ ഓരോ ദിനവും എന്റെ യേശുവിന്റെ ചാരേ പിരിയാൻ കഴിയില്ല എനിക്ക്. പ്രിയനേ എന്റെ യേശുനാഥ പിരിയാൻ കഴിയില്ല എനിക്ക്. പ്രിയനേ എന്റെ യേശുനാഥ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേയല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേയല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. സ്നേഹിക്കുന്നേ 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 യേശുവേ. ദിനവും എന്റെ യേശുവിന്റെ കൂടെ ഓരോ ദിനവും എന്റെ യേശുവിന്റെ ചാരേ ദിനവും എന്റെ യേശുവിന്റെ കൂടെ ഓരോ ദിനവും എന്റെ യേശുവിന്റെ ചാരേ പിരിയാൻ കഴിയില്ല എനിക്ക്. പ്രിയനേ എന്റെ യേശുനാഥ പിരിയാൻ കഴിയില്ല എനിക്ക്. പ്രിയനേ എന്റെ യേശുനാഥ. വെറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല. എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ. ദാഹം തീർക്കും ജീവനദിയേ. വെറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല. എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ. ദാഹം തീർക്കും ജീവനദിയേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. ദിനവും യേശുവിന്റെ കൂടെ ഓരോ ദിനവും
യേശുവിന്റെ ചാരേ പിരിയാൻ കഴിയില്ല എനിക്ക്. പ്രിയനേ യേശുനാഥ പിരിയാൻ കഴിയില്ല എനിക്ക്. പ്രിയനേ യേശുനാഥ. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, തുണയായോനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, തുണയായോനെ ഞങ്ങൾ ആരാധിക്കുന്നു. സ്വർഗപിതാവേ അങ്ങേ ആരാധിക്കുന്നു, വഴികാട്ടിയെ ഞങ്ങൾ ആരാധിക്കുന്നു. സ്വർഗപിതാവേ അങ്ങേ ആരാധിക്കുന്നു, വഴികാട്ടിയെ ഞങ്ങൾ ആരാധിക്കുന്നു. ആമേൻ. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, തുണയായോനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, തുണയായോനെ ഞങ്ങൾ ആരാധിക്കുന്നു. സ്വർഗപിതാവേ അങ്ങേ ആരാധിക്കുന്നു, വഴികാട്ടിയെ ഞങ്ങൾ ആരാധിക്കുന്നു. സ്വർഗപിതാവേ അങ്ങേ ആരാധിക്കുന്നു, വഴികാട്ടിയെ ഞങ്ങൾ ആരാധിക്കുന്നു. ആമേൻ. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. ജീവബലിയെ അങ്ങേ ആരാധിക്കുന്നു, ജീവജലമേ ഞങ്ങൾ ആരാധിക്കുന്നു. ജീവബലിയെ അങ്ങേ ആരാധിക്കുന്നു, ജീവജലമേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവസംഭവമേ അങ്ങേ ആരാധിക്കുന്നു, മസിഹായെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവസംഭവമേ അങ്ങേ ആരാധിക്കുന്നു, മസിഹായെ ഞങ്ങൾ ആരാധിക്കുന്നു. ആമേൻ. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന 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 ആരാധന. യേശു രാജാവേ അങ്ങേ ആരാധിക്കുന്നു, നല്ലിടയനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ യേശു രാജാവേ അങ്ങേ ആരാധിക്കുന്നു, നല്ലിടയനെ ഞങ്ങൾ ആരാധിക്കുന്നു. പ്രാണപ്രിയനെ ഞങ്ങൾ ആരാധിക്കുന്നു, സർവശക്തനെ ഞങ്ങൾ ആരാധിക്കുന്നു. പ്രാണപ്രിയനെ ഞങ്ങൾ ആരാധിക്കുന്നു, സർവശക്തനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആമേൻ. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. ഞങ്ങളുടെ പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, തുണയായോനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, തുണയായോനെ ഞങ്ങൾ ആരാധിക്കുന്നു. സ്വർഗപിതാവേ അങ്ങേ ആരാധിക്കുന്നു, വഴികാട്ടിയെയും ഞങ്ങൾ ആരാധിക്കും. രാജകരം തലവൗടകരം ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ രാജ്യത്തെ അധികാരത്തെയും ചേർന്ന് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കാം. നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്കാം. If the Holy Spirit had to write this before doing anything, pray for your nation, authority, all those who rule over you. There is some mystery behind it. I might not know the full mystery, but the Holy Spirit knows why it is written here. ഇവിടെ പരിശുദ്ധാത്മാവ് വേദഭാഗം രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി, നിങ്ങളെ നടത്തുന്നവർക്ക് വേണ്ടി, നിങ്ങളുടെ അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് എഴുതിയെങ്കിൽ അതിനകത്തൊരു വലിയ ആത്മീയ രഹസ്യമുണ്ട്, ഒരു അനുഗ്രഹത്തിന്റെ രഹസ്യമുണ്ട്. അത് പൂർണ്ണമായി എനിക്ക് അറിയില്ലായിരിക്കാം, പക്ഷേ ഇതൊരു വലിയ രഹസ്യമാണ്. എന്റെ ഒരു ഭാഗം ഞാൻ മനസ്സിലാക്കിയത് പറയാം. Verse 3, the Bible says, for this is good and acceptable in the sight of God our Savior. അതിന്റെ മൂന്നാം വാക്യമാണ്, ഇത് നമ്മുടെ രക്ഷിതാവായ കർത്താവിന്റെ സന്നിധിയിൽ സ്വീകാര്യമാണ്, നല്ലതും പ്രസാദകരവുമാണ്. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. Why should the Holy Spirit write it? എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇത് ഇവിടെ രേഖപ്പെടുത്തണം? The Bible says, praying for your nation, standing for your nation, praying for all those who are in authority. This is pleasing to God. എന്തുകൊണ്ട് വചനം പറയണം? നിന്റെ രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രാജ്യത്തെ സ്നേഹിക്കുന്നത്
ദൈവത്തിന് പ്രസാദകരമാണ് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതണം? I know as each day approaches, the more I know Jesus, the more love for my country increases. എനിക്കറിയാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിനോട് അടുക്കും തോറും, ദൈവവചനത്തോട് അടുക്കും തോറും എൻ്റെ രാജ്യത്തോടും എൻ്റെ കാണുന്ന രാജ്യത്തോടുള്ള സ്നേഹം എനിക്ക് വർദ്ധിക്കുക. पंजाब सिंध गुजरात मराठा द्राविड़ उत्कल वंग विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंग तव शुभ नामे जागे तव शुभाशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് തന്നു. ഈ സമയം നമുക്ക് നമ്മുടെ രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതിനായി രാധാകൃഷ്ണങ്ങളെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. ഈ പെരിയേറി വർദ്ധിക്കുന്ന ഈ സീസണിൽ പിതാവെ, ഞങ്ങൾ ചേർന്ന് പിതാവെ, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ രാജ്യം പരിശുദ്ധാത്മാവാണ് കർത്താവെ. ആ രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കും പരിശുദ്ധാത്മാവിലേക്ക് ഇന്ത്യയെ ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു, പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിർത്തിയിൽ കർത്താവെ കാത്ത് പരിപാലിക്കുന്ന എല്ലാ കര സേനകളെയും വ്യോമസേനകളെയും കർത്താവെ, എല്ലാ സൈനികന്മാരെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, എല്ലാവർക്കും കർത്താവെ അങ്ങയുടെ നിയന്ത്രണമായിട്ട് പ്രാർത്ഥിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഞങ്ങൾ ഇന്ത്യ അനുഗ്രഹിക്കുമ്പോൾ ഇന്ത്യയിൽ കർത്താവെ സുവിശേഷത്തിന്റെ ഒരു വലിയ ഉണർവ് കർത്താവെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എല്ലാവരും ഇന്ത്യയിലുള്ള എല്ലാവരും യേശുവിനെ അറിയാനുള്ള ഒരു വലിയ കൃപ ഉണ്ടാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഇന്ത്യ ലോകരാജ്യങ്ങളിൽ നമ്പർ 1 ആകട്ടെ, ബിസിനസ്സിൽ നമ്പർ 1 ആകട്ടെ, വ്യവസായത്തിൽ നമ്പർ 1 ആകട്ടെ, കൃഷി കാര്യങ്ങളിൽ കർത്താവെ നമ്പർ 1 ആകട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഇന്ത്യയെ ഞങ്ങൾ വൈക്കണ്ട ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു. കേരളം കർത്താവെ ഇന്ത്യയിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ സ്വന്തം നാടായി കർത്താവ് തന്നിരിക്കാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കേരളത്തിലെ മുഖ്യമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ മന്ത്രിമാരെയും MP-മാരെയും MLA-മാരെയും കർത്താവെ, പ്രതിപക്ഷ നേതാവിനെയും എല്ലാം ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുമ്പോൾ കേരളം കർത്താവെ ഇതുവരെ കാണാത്ത വലിയൊരു അത്ഭുതത്തിലേക്ക് കർത്താവെ ഇന്ന് കർത്താവെ കടന്നു പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കേരളം എല്ലാ മേഖലയിലും അനുഗ്രഹിക്കപ്പെടട്ടെ. കേരളത്തിലെ കൃഷിയിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കേരളത്തിലെ വ്യവസായങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കേരളത്തിൽ കർത്താവെ വലിയ സമ്പൽ സമൃദ്ധമായി എല്ലാവരും എല്ലാ മക്കളും കേരളം അനുഗ്രഹമാണെന്ന് പറയുന്നതൊക്കെ കർത്താവെ എല്ലാ മേഖലയിലും അനുഗ്രഹപ്പെടപ്പെട്ടു പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങൾ സ്വർഗീയ വരുന്ന സഭയ്ക്കായി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, സ്വർഗീയ വരുന്ന സഭ കർത്താവെ ലോകത്ത് ഹല്ലേലൂയ അത്ഭുതത്തിന്റെ ഒരു സഭയാക്കി കർത്താവാണ് നിർത്തിയിരിക്കുന്നത്. ഞാൻ നന്ദി പറയുന്നു കർത്താവ്. യേശുവിന്റെ നാമത്തിൽ സ്വർഗീയ വരുന്ന സഭ അനുഗ്രഹിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ആത്മീയ പിതാവായ സംഘപതനെയും കുടുംബം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് തന്ന ദാനമാണല്ലോ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ കർത്താവെ, ഞങ്ങൾ തോമസ് പിള്ളയുടെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ബെന്നിവറിനെയും കുടുംബത്തിനായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ DP അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ ദേവദാസൻ വിനോദം കുടുംബത്തിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഇനിയും കർത്താവെ വലിയ കാര്യങ്ങൾ
വൻകാര്യ കർത്താവെ മകളിലൂടെ ലോകരാജ്യങ്ങളിൽ ചെയ്തെടുക്കുന്നതായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ വൈക്കണ്ട എല്ലാ പാസ്റ്റർമാരെയും കുടുംബത്തിനെയും പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശ്വാസികളെയും കർത്താവെ, എല്ലാ ശുശ്രൂഷകരെയും, എല്ലാ പ്രേയർ സെൽ ലീഡേഴ്സിനെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ TNTസിനെയും കർത്താവെ, എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവെ, ഇന്ന് നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവെ, അങ്ങയുടെ സ്വന്തം ഡയോസിസിൽ പരിശുദ്ധാത്മാവെ പെരുകേറി വർദ്ധിക്കുന്ന സീസണിൽ കർത്താവെ, അങ്ങ് ചെയ്യുന്ന വലിയ അത്ഭുതത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. താങ്ക് യു ആകാശങ്ങളെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചേർന്ന് ദിവസം ഇരിക്കാം. ഈ സമയം നമുക്ക് നമ്മുടെ വാഗ്ദത്ത വചനങ്ങളെ കേൾക്കാം. വാഗ്ദത്ത വചനങ്ങളെ വായിക്കുന്നതിനായിട്ട് മോളി ആന്റി ക്ഷണിക്കുന്നു. സ്തോത്രം കർത്താവേ. ഇന്ന് നമുക്ക് വാഗ്ദത്ത വചനം വായിക്കാം. സങ്കീർത്തനം 23-ാം അധ്യായം. യേശു എന്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല. പച്ചയായ പുൽപ്പറങ്ങളിൽ യേശു എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് യേശു എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ യേശു തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം യേശു നീതിപാതകളിൽ നടത്തുന്നു. കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും എനിക്ക് ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. യേശു എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. യേശു എന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ആമേൻ. ആവർത്തന പുസ്തകം 8-12-13 വാക്യങ്ങൾ. മോളി ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിയുമ്പോഴും അതിൽ പാർക്കുമ്പോഴും മോളിയുടെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കും. എഫെസ്യർ 6:18. സകല പ്രാർത്ഥനയായാലും യാചനയായാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ആമേൻ. ഗലാത്യർ 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവോ എന്നിൽ ജീവിക്കുന്നു. 2 കൊരിന്ത്യർ 5:17. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ആമേൻ. യോഹന്നാൻ 11:40. യേശു മോളിയോട് വിശ്വസിച്ചാൽ മോളി ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ. ഈ വാഗ്ദത്ത വചനങ്ങളാൽ നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ 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 ആമേൻ. താങ്ക് യു മോളി ആന്റി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സമയം നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം. അതിനായിട്ട് മഞ്ജു സിസ്റ്റർ ക്ഷണിക്കുക. അത് ഓഫാടി. കർത്താവിന് നന്ദി പറയാം. എന്റെ പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ, എന്നെ ഒന്ന് തൊടണേ, എന്നെ ഒന്ന് തൊടണേ. എന്റെ ഉള്ളത്തെ എന്റെ മകളെ ഒന്ന് തൊടണേ, എന്നെ ഒന്ന് തൊടണേ. എന്റെ ഉള്ളത്തെ എന്റെ കണ്ണുകളെ ഒന്ന് തൊടണേ, എന്നെ ഒന്ന് തൊടണേ. ജീവജലനദിയേ, ജീവജലനദിയേ ഒഴുകണമേ, എന്റെ ഒഴുകണമേ. എന്റെ പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ, ഒന്ന് തൊടണേ, എന്നെ ഒന്ന് തൊടണേ. അഗ്നിച്ചിറകുകളെ, അഗ്നിച്ചിറകുകളെ ഗ്രഹിക്കണമേ,
ഇവിടെ വിളിക്കണമേ. എന്റെ പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ, ഒന്ന് തൊടണേ, ഒന്ന് തൊടണേ. എന്റെ ഉള്ളത്തെ, എന്റെ കണ്ണുകളെ ഒന്ന് തൊടണേ, എന്നെ ഒന്ന് തൊടണേ. മഹത്വം പൂത്തലെന്നും മഹിമയും പൂത്തലെന്നും ദേവസാന്നിധ്യം പോൽ. മഹത്വം പൂത്തലെന്നും മഹിമയും പൂത്തലെന്നും ദേവസാന്നിധ്യം പോൽ. കൊണ്ട് ദേവസാന്നിധ്യത്താൽ അങ്ങനെ കൊണ്ട് എന്റെ ഉള്ളം ചേരുന്നു. ദേവസാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിയിരുന്നു. മഹത്വവും പൂത്തലെന്നും മഹിമയും ദേവസാന്നിധ്യം പോൽ. മഹത്വവും പൂത്തലെന്നും മഹിമയും പൂത്തലെന്നും ദേവസാന്നിധ്യം പോൽ. അഗ്നി കൊണ്ട് എന്നെയെല്ലാം ചിടുമേ. ദേവസാന്നിധ്യത്താൽ ഭാരങ്ങൾ അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു. ദൈവസാന്നിധ്യത്താൽ ഭാരങ്ങൾ വിടുതൽ വീര്യപ്രവൃത്തികളും ദേവമക്കൾക്കായി. വിടുതൽ പൂത്തലഞ്ഞു ദേവസഭയ്ക്കായി. വീര്യപ്രവൃത്തികളും ദേവമക്കൾക്കായി. മഹത്വം പൂത്തലെന്നും മഹിമയും പൂത്തലെന്നും ദേവസാന്നിധ്യം പോൽ. മഹത്വം പൂത്തലെന്നും മഹിമയും പൂത്തലെന്നും ദേവസാന്നിധ്യം പോൽ. അഗ്നി കൊണ്ട് എന്നെയുള്ള ചിടുന്നു. ദേവസാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിയിരുന്നു. അഗ്നി കൊണ്ട് എന്നെയുള്ള ചിടുന്നു. ദേവസാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിയിരുന്നു. മഹത്വവും അതിലത്ഭുതത്തിൻ തുറന്നു. മഹത്വത്തിൻ കൂടത്തിരുന്നു. അതിലത്ഭുതത്തിൻ മഹത്വവും പൂത്തലെന്നും മഹിമയും പൂത്തലെന്നും ദേവസാന്നിധ്യം പോൽ. മഹത്വവും പൂത്തലെന്നും മഹിമയും പൂത്തലെന്നും ദേവസാന്നിധ്യം പോൽ. അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു. ദേവസാന്നിധ്യത്താൽ അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു. ദേവസാന്നിധ്യത്താൽ മരുഭൂമിയെയും ഈശ്വരനെയും മരുഭൂമിയെയും വസന്തമായി വിശുദ്ധനെയും വിളർന്നു മാറ്റി. മഹത്വവും പൂത്തലെന്നും മഹിമയും പൂത്തലെന്നും ദേവസാന്നിധ്യം പോൽ. മഹത്വവും പൂത്തലെന്നും മഹിമയും പൂത്തലെന്നും ദേവസാന്നിധ്യം പോൽ. കൊണ്ട് എന്നെല്ലാം ചിടുന്നു. ദേവസാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിയിരുന്നു. അഗ്നി കൊണ്ട് എന്റെ ചിടുന്നു. ദേവസാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിയിരുന്നു. പരമപിതാവിൻ സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവൻ നൽകിയവൻ. പിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. അമ്മയെ പോലെ ഓമനിച്ചു അപകടവേള പാലിച്ചവൻ.
പിതാവൻ പിതാവിന് സ്തുതി പാടാം അവനല്ലോ ജീവൻ നൽകിയവൻ ഇടയനെ പോലെ തീരുന്നു അവൻ ഇടയനെ പോലെ തീരുന്നു പരമപിതാവിന് സ്തുതി പാടാം അവനല്ല ജീവനെ നൽകിയവൻ കൂടുകളെ കൂടെ കൂടിളക്കി ചിറകുകളെ വലിച്ചു നല്ലേ പരമപിതാവിന് സ്തുതി പാടാം അവനല്ലോ ജീവനെ നൽകിയവൻ. Hallelujah. Thank you, Jesus. Hallelujah. Thank you. Thank you, മോനെ. Thank you, സിസ്റ്ററെ. കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്വതന്ത്രം പരിശുദ്ധാത്മാവിനോട് പാടിയ ആ ടൂണ് കേൾക്കുമ്പോൾ തന്നെ ക്യൂട്ട്നെസ് നിറഞ്ഞു നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. ഹല്ലേലൂയ. കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷിച്ച ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിൽ പെരുകേറി വർദ്ധിക്കുമാറാകട്ടെ. സ്വതന്ത്രം വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോരുത്തരെയും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവിൽ നമ്മെ സ്നേഹിക്കുകയും കർത്താവിൽ നമ്മെ വഴി നടത്തുകയും ചെയ്യുന്ന പ്രിയ തങ്കുവറിന്റെ സ്നേഹവന്ദനത്തെയും അന്വേഷണങ്ങളെയും അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഡയസൺ പാസ്റ്റർ, വൈക്കൻ ഡയസൺ പാസ്റ്റർ ആയിരിക്കുന്ന പ്രിയ വിനോദ് ബ്രദർ, സ്നേഹത്തിന്റെ അപ്പോസ്തലൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. വൈക്കം ഡയോസസിന്റെ പ്രഭാത ആരാധനയിലേക്ക്, സ്വതന്ത്രം പരിശുദ്ധാത്മാവിന്റെ സ്വന്തം ഡയോസസിലേക്ക്, ദിവസവും അനുദിനം പെരുകിയേറി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഡയോസസിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. സ്വതന്ത്രം ഇന്നും നമ്മുടെ ബന്ധത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനവുമായി ജോയിൻ ചെയ്തിരിക്കുന്നത് സ്വതന്ത്രം കടുത്തുരുത്തിയുടെ അനുഗ്രഹിക്കപ്പെട്ട TNT ആയിരിക്കുന്ന പ്രിയ അഞ്ജു സിസ്റ്റർ ആണ്. ദൈവനാമത്തിൽ അഞ്ജു സിസ്റ്ററിനെ ക്ഷണിച്ചു പോകുന്നു. മ്യൂട്ടാണേ. ജീസസ് ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മീയ പിതാവും കർത്താവിൽ നമ്മെ വഴി നടത്തുകയും ചെയ്യുന്ന പ്രിയ തങ്കുവേദന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് ഈ ദിവസങ്ങള് നമ്മൾ കടന്നു പോകുന്നത് കർത്താവ് നമുക്ക് വേണ്ടി തന്ന ആ വലിയ രക്ഷയുടെ, വലിയ സ്നേഹത്തിന്റെ ആ ഓർമ്മ പുതുക്കൽ ദിനത്തിൽ കൂടെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മള് ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന മനുഷ്യകുലത്തെ കർത്താവ് തന്റെ ജനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി വന്ന കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മളെ കർത്താവിന്റെ മക്കളാക്കി മാറ്റുന്ന ആ വലിയൊരു സംഭവത്തിന്റെ ഓർമ്മ ആചരണങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ദിവസങ്ങള് കർത്താവിന്റെ വചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്താനായിട്ട് കർത്താവ് എൻ്റെ അടുത്ത് സംസാരിച്ച ചില കാര്യങ്ങളെ മാത്രം ഞാൻ പറയുകയാണ്. കർത്താവിന്റെ ഒരു പീഡാനുഭവം അല്ലെങ്കിൽ ക്രൂശീകരണം, ഇതൊക്കെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്നവനാണ്. അല്ലെങ്കിൽ അത് ഒരു കാലത്ത് മനുഷ്യർക്ക് രക്ഷയില്ലാതെ നിരുന്ന സമയത്ത്, അല്ലെങ്കിൽ പാപത്തിൽ മുഴുകി ജീവിച്ചിരുന്ന ഒരു കാലത്ത് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തന്റെ പുത്രനെ തന്നെ അയക്കുകയാണ്. അപ്പം ഇതിനുമായിട്ട് ഒരു റെഫറൻസ് പഴയ നിയമത്തിൽ നിന്നും പറയുകയാണെങ്കിൽ ഉൽപ്പത്തി അതിന്റെ 22:1 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അബ്രഹാം തന്റെ പുത്രനെ ബലിയർപ്പിക്കാനായിട്ട് കൊണ്ടുപോയതാണ്. അതായത് തന്റെ ഏകജാതനാണ്, വാഗ്ദത്ത സന്തതിയാണ്. ഈ വാഗ്ദത്ത സന്തതിയെ ഹല്ലേലൂയ ദൈവം പറഞ്ഞതും പ്രകാരം കൊണ്ട് മൊറിയാദേശത്ത് പോയി അവിടെ കാണുന്ന മലയില് കൊണ്ട് ബലിയർപ്പിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പം ദൈവം തന്നെ ഏക സന്തതിയാണ്. ഈ സന്തതിയിലൂടെ നിന്നെ വലിയൊരു ജനതയാക്കുമെന്ന വാഗ്ദത്തം അബ്രഹാത്തിനുണ്ട്.
എങ്കിൽ കൂടി കർത്താവിന്റെ വാക്കുകൾക്ക് അബ്രഹാം വില കൊടുത്തുകൊണ്ട് പോയി അത് ചെയ്യുകയാണ്. അപ്പം അബ്രഹാം ആ ബാലനെ ബന്ധിച്ച് അവിടെ കിടത്തി അവനെ ബലി അർപ്പിക്കുന്നതിന് വേണ്ടി കത്തി ഉയർത്തിയാണ്. അപ്പൊ ആ സമയത്ത് അവിടെ വരെ അബ്രഹാം ദൈവത്തിന്റെ വാക്കുകൾ ഒന്നും അവിടെ കേൾക്കുന്നില്ല. പക്ഷെ ആ സമയത്ത് അബ്രഹാമിനോട് ദൈവം ഇടപെടുകയാണ്, ബാലന്റെ മേൽ കത്തി വെക്കരുത് എന്നുള്ളത്. അതിനുശേഷം നോക്കുമ്പോൾ അബ്രഹാം കാണുന്നത് അവിടെ ഒരു ആട്ടിൻകൊറ്റിനെ ആണ്. അതായത് സ്വന്തം പുത്രനെ മാറ്റിയിട്ട് അവിടേക്ക് ഒരു ആട്ടിൻകൊറ്റിനെ കൊടുത്തുകൊണ്ട് ആ ആട്ടിൻകൊറ്റിനെ ദൈവത്തിന് ബലിയായി അർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ദൈവം തന്റെ സ്വന്തം പുത്രന്, അതായത് ഞാൻ ക്രൂശിക്കപ്പെടേണ്ടത്, ഹല്ലേലൂയ സ്തോത്രം, തന്റെ സ്വന്തം പുത്രനെ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് ബലിയായി നൽകുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതായത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് എല്ലാം തെളിവായി പുതിയ നിയമത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജനനം തൊട്ട് ക്രൂശീകരണം വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലെ കുറിച്ചുള്ള നിഴലാണ് നമ്മൾ ഈ പഴയ നിയമത്തിൽ കണ്ടതെല്ലാം. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഇന്ന് മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ ആ ഒരു ദൈവത്വം അവിടെ കണക്കിടാതെ ഭൂമിയിൽ വന്ന് മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി വന്ന് ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇന്നും ക്രിസ്തു നമ്മളോടൊപ്പം ജീവിക്കുകയാണ്. കാരണം തന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് കർത്താവ് പറഞ്ഞിട്ട് പോകുന്ന ഒരു കാര്യമുണ്ട്, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്നും ശക്തി ധരിക്കുവോളം നഗരത്തിൽ പ്രാപിക്കും എന്ന് അവരോട് പറഞ്ഞു. അതായത് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 49-ാം വാക്യത്തിൽ കാണുന്ന കാര്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ഭൂമിയിലെ മനുഷ്യനായി ഇന്ന് നമ്മളോട് കൂടെയില്ല, ഒരു മനുഷ്യനായി സർവ്വ ആളത്വത്തോടും കൂടി കർത്താവ് നമുക്ക് തന്നിട്ട് പോയിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിന്. അതായത് നമ്മളെ സകല സത്യത്തിനും വഴി നടത്താൻ, ഇന്ന് നമ്മളുടെ ഓരോ കാര്യങ്ങളും നമ്മളെ കൂടെ ഇരിക്കാൻ കർത്താവ് എങ്ങനെയാണോ ആ ഗലീലയിലും നായിൻ പട്ടണത്തിലും കഫർനാമിലും ഒക്കെ പ്രസംഗിച്ച് നടന്നപ്പോ ആ ജനത്തോടു കൂടി കർത്താവ് എങ്ങനെ വസിച്ചോ അതുപോലെ നമ്മുടെ കൂടെ ആയിരിക്കാൻ ഇന്ന് കർത്താവ് നമുക്ക് തന്നിട്ട് പോയതാ പരിശുദ്ധാത്മാവിന്. പരിശുദ്ധാത്മാവ് എന്നാല് ദൈവത്തിന്റെ സകല പ്രകൃതിയോടും കൂടിയ ഒരു വ്യക്തിത്വമാണ്. അത് നമ്മളുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി നമ്മൾക്ക് എങ്ങനെ പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം നമ്മളെ എങ്ങനെ വഴി നടത്തുന്ന ഒരു നല്ലൊരു ഗൈഡാണ്. ഒരു ഗൈഡ് എന്ന് കഴിഞ്ഞാൽ ഒരാൾക്ക് ഏറ്റവും നല്ല വഴികൾ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് എന്താണോ വേണ്ടത് അത് പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അങ്ങനെ നമ്മുടെ കൂടെ ഇരിക്കാൻ എന്നേക്കും ലോക അവസാനത്തോളം നമ്മുടെ കൂടെ ഇരിക്കാൻ വേണ്ടി കർത്താവ് നമുക്ക് തന്നിട്ട് പോയ വാഗ്ദത്തമാണ്. തന്റെ ദൈവത്തിന്റെ ആ ഒരു പരിപൂർണതയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അതാണ് കർത്താവിന്റെ വാഗ്ദത്തം. നമ്മള് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോ ഓരോ കാലഘട്ടത്തിലും ആത്മാവിന്റെ ആ ഒരു പരിവർത്തനം നമ്മൾ കാണാറുണ്ട്. അതായത് ഇപ്പം പഴയ നിയമത്തിലാണെങ്കിലും ദൈവ സാന്നിധ്യം വന്നു പോയിരുന്ന ഒരു അവസ്ഥയാണ് നമ്മളവിടെ കാണുന്നത്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ കാലഘട്ടത്തിലും നമ്മൾ കാണുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ സ്തോത്രം കർത്താവെ മത്തായി സുവിശേഷം 3:11 നമ്മൾ കാണുന്നുണ്ട്. അവിടെ യേശുക്രിസ്തുവിനെ സ്നാപകയോഹന്നാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതായത് ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നു, എന്നാൽ എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാണ്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയിലാലും സ്നാനം ഏൽപ്പിക്കും. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും, അഗ്നി, കാറ്റ്, പ്രാവ്, ഇങ്ങനെ പല രൂപത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ സിംബലൈസ് ചെയ്ത് കാണുന്നു പല ഭാഗങ്ങളെ. അപ്പം ഈ ആത്മാവിനെ അന്ന് കർത്താവിൽ നിറഞ്ഞ അതേ ആത്മാവിനും ആ ആത്മാവിനെ തന്നെയാണ് കർത്താവ് നമുക്ക് വേണ്ടി തന്നിട്ട് പോയത്. ഹല്ലേലൂയ സ്തോത്രം. ഓരോ സമയത്തും ദൈവമക്കളുടെ കൂടെ എല്ലാ ദിവസവും അവരുടെ ജീവിതത്തിൽ ഓരോ വഴികൾ എങ്ങനെ എങ്ങോട്ട് എന്ന് ചിന്തിക്കുമ്പോൾ ആ ഒരു നിറസാന്നിധ്യത്തില് ജീവിക്കാൻ കർത്താവിന്റെ ആ ഒരു പ്രസൻസിൽ നിലനിൽക്കാനായിട്ട് കർത്താവ് തന്റെ വ്യക്തിരൂപത്തെ ഇന്ന് ആക്കി തന്നിരിക്കുകയാണ്. നല്ലൊരു കാര്യസ്ഥനായിട്ട് എന്നും കൂടെ നടക്കാനായിട്ട്. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം നമ്മളുടെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ഓരോ സമയത്തിലും ഓരോ വ്യക്തിക്കും അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാവാം പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുക എന്നുള്ളത്. കാരണം പല കാര്യങ്ങളിലും നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ നിൽക്കുമ്പോൾ ഒക്കെ പരിശുദ്ധാത്മാവിന്റെ സ്വരം, പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ പറയുന്നിടത്ത് കർത്താവിന്റെ ആ ഒരു ആലോചന നമുക്ക് കിട്ടുന്നത് എപ്പോഴും പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അത്
നമ്മൾക്ക് ദൈവവചനത്തിൽ നിന്ന് തന്നെ നമുക്കത് കാണാനായിട്ട് പറ്റും. ഇപ്പം അപ്പസ്തോല പ്രവൃത്തികള് അതിന്റെ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെ നമ്മൾ കാണുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മർക്കോസിന്റെ മാളിക മുറിയില് കൂടിയിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ആ ഒരു അഭിഷേകം അവിടെ കൂടിയിരുന്നവരുടെ മേൽ വ്യാപരിച്ചു എന്നുള്ളത്. അപ്പം അവിടെ അതിന്റെ 33-ാം വാക്യത്തില് ഇങ്ങനെ പറയുന്നു, അവൻ ദൈവത്തിന്റെ വലതു ഭാഗത്തേക്ക് ആരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. അപ്പോ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം ചിലത് കാണാനും കേൾക്കാനും മാത്രം ഉണ്ടാവും. അതായത് നമ്മള് കേൾക്കുക മാത്രമല്ല, സൗണ്ട് കേൾക്കുക മാത്രമല്ല, ആത്മാവിന്റെ ആ ഒരു നിറവില് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ മാത്രം, അല്ലെങ്കിൽ എന്താണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് മറ്റുള്ളവർ കാണത്തക്ക വിധത്തില് കർത്താവ് അനുഗ്രഹിക്കും. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആ പ്രസൻസ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം ഈ ഒരു സമയം എന്ന് പറയുന്നത്, കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷമുള്ള ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, അതിനെ നമ്മൾ കൃപായുഗം എന്നാണ് വിളിക്കുന്നത്. കാരണം നമുക്കറിയാം ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയില് നമ്മളോടൊപ്പം വസിക്കാൻ, നമ്മളുടെ കൂടെ നമ്മളുടെ ഓരോ ആവശ്യങ്ങളുടെ മേലും വസിക്കുന്ന സമയമാണ്. അപ്പൊ ഇതിനെ നമ്മൾക്ക് അതുകൊണ്ട് തന്നെ കൃപായുഗം എന്ന് വിളിക്കാം. പണ്ട് കർത്താവിനെ വിളിക്കുമ്പോ, അല്ലെങ്കിൽ കർത്താവ് ആ നായൻ പട്ടണത്തിൽ കൂടെ അല്ലെങ്കിൽ കഫർനഹൂമിലെ കൂടെയൊക്കെ നടന്നു പോകുമ്പോ, യേശുവേ പുത്ര ഞങ്ങളോട് കനിവ് തോന്നണമേ, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വരണമേ എന്ന് പറയുമ്പോ കർത്താവ് എങ്ങനെ അടുത്ത് ചെന്നോ അതേപോലെ ഇന്ന് നമുക്ക് വിളിക്കാം, പരിശുദ്ധാത്മാവേ നമ്മളുടെ കൂടെ ആയിരിക്കണമേ എന്ന് പറയുമ്പോ തന്നെ ദൈവത്തിന് ആ ഒരു മുഴുവൻ പ്രസൻസും അത് നമ്മുടെ കൂടെ ഇരിക്കും. അതായത് നമുക്ക് തന്നെ അറിയാൻ പറ്റും എന്താണ് ഒരു ചേഞ്ച് അവിടെ ഉണ്ടായേക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവ് വന്ന വ്യക്തികളുടെ മേലെ നല്ല രീതിയിലുള്ള ഒരു രൂപാന്തരം നമുക്ക് കാണാൻ പറ്റും, ഒരു നല്ലൊരു ചേഞ്ച് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കതിനെ അനുഭവിക്കാൻ പറ്റും. ആ ഒരു പരിശുദ്ധാത്മാവിന്റെ സ്നേഹം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വഴി നടത്തിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ ദിവസവും അനുഭവിക്കാൻ പറ്റും. അതൊരിക്കലും നമ്മളുടെ ഒരു മെറ്റീരിയലിസത്തിൽ മാത്രമല്ല നമ്മളെ കാണും, നമ്മളുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഒരുപോലെ ആത്മാവിന്റെ നിറവ് എന്ന് പറയുന്നത് ഉണ്ടാകും. അത് മറ്റുള്ളവർക്ക് അങ്കിൽ തന്നെ അല്ലെങ്കിൽ കാണത്തക്ക വിധത്തിൽ അതിന്മേല് ദൈവത്തിന്റെ ആ ഒരു വലിയ പ്രസൻസ് ഉണ്ടാകും. നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ, എല്ലാവർക്കും അറിയാവുന്നതായ ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ പറയുകയാണ്. അതായത് പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ ഒരു വ്യക്തി അയാൾക്ക് എന്ത് ചേഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ അയാൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതില് നമ്മള് മിസ്റ്റർ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തില് 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല, പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിക്കും. ഇവിടെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്ന ഒരു മനുഷ്യനെ കൊണ്ട് മാത്രമേ ഉള്ളൂ യേശു കർത്താവ് എന്ന് പറയാൻ പറ്റുള്ളൂ. കർത്താവിന്റെ കൂടെ നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവില്ലാതെ ഒരു വ്യക്തിയെ കൊണ്ട് സാധിക്കുകയില്ല. കാരണം നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ ജനനം തന്നെ അങ്ങനെയാണ്. പരിശുദ്ധാത്മാവ് യേശുവിന്റെ അമ്മയുടെ മേൽ വന്നതിന് ശേഷം ആണ് യേശു ഉരുവാകുന്നത് എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് ഒരാളിൽ വന്നു കഴിയുമ്പോൾ മാത്രമാണ് അവർക്ക് യേശു കർത്താവ് എന്ന് ഏറ്റു പറയാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ഇതേപോലെ ഇനിയും പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൽ എന്തൊക്കെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കർത്താവ് ഈ ദിവസങ്ങൾ ആ ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവ് തരാൻ പോവുകയാണ്. നമ്മൾ പെരുകിയേറി വർദ്ധിക്കുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ അതൊരു മെറ്റീരിയൽസത്തിലും ഒതുങ്ങുന്നതല്ല, ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും നമ്മളുടെ എല്ലാ മേഖലകളും ഈ ദിവസങ്ങൾ വലിയ അത്ഭുതങ്ങളെ കാണാൻ പോവുക. കാരണം 1 കൊരിന്തോസിൽ 2 അധ്യായം അതിന്റെ 9, 10, 11, 12 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ള ഒരു വ്യക്തിയുടെ ജീവിതം അത് എങ്ങനെയെന്ന് ഈ ദിവസങ്ങൾ അതിന്റെ വലിയൊരു കാഴ്ച നമ്മളുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മൾക്ക് സാക്ഷ്യങ്ങളായി നമ്മളുടെ ജീവിത
കാണാൻ പോവാണ്. കാരണം അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അതായത് നമ്മളുടെ നിരൂപണങ്ങൾക്ക് അതീതമാണ്, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ദൈവം നമുക്ക് ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായും. ഇവിടെ നമുക്കറിയാം, നമ്മള് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും സകല ദൈവത്തിന്റെ ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. അല്ലെ, നമ്മൾ ഗൂഗിളിൽ തിരഞ്ഞാൽ പോലും കിട്ടാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാൽ വെളിപ്പെടുന്ന കാലം. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ദൈവഹിതം എന്താണെന്ന് ഒരു മനുഷ്യന് വെളിപ്പെടുത്തി തരാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിലാണ്. അതായത് ആത്മാവുള്ളവനും ആത്മാവില്ലാത്തവനും വ്യക്തമായി അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ബൈബിളിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മോശ ഇസ്രായേൽ ജനത്തിനെ നയിച്ചുകൊണ്ട് വരിക. ഇപ്പം ചെങ്കടലിന്റെ മുന്നിൽ നിൽക്കുമ്പോ ജനം ഈ ചെങ്കടല് കാണുന്നു, പുറകെ ഫറവോയും കൂട്ടരും, ഫറവോയുടെ വലിയ സൈന്യവും വരും. ഇവർക്ക് ഇവിടെ ഒരു വഴി കാണാനായിട്ട് കഴിയുന്നില്ല. അവർക്ക് ദൈവത്തിന്റെ ആത്മാവില്ല. എന്നാൽ ആത്മാവുള്ള മോശ അവിടെ ആ ചെങ്കടലിന്റെ മധ്യ ഒരു വഴി കാണുകയാണ്. കാരണം ദൈവത്തിന്റെ വഴികൾ കാണണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഉള്ള വ്യക്തികളിൽ മാത്രം സാധിക്കുന്ന കാര്യമാണ്. ഈ ദിവസങ്ങൾ നമ്മളുടെ മുന്നിൽ ഇതുപോലെ തുറക്കപ്പെട്ടിട്ടില്ലാത്ത വഴികൾ, അല്ലെങ്കിൽ നമ്മളുടെ മുന്നിൽ നമുക്ക് അടഞ്ഞു പോയെന്നിരിക്കുന്ന ചില വഴികളും വാതിലുകളും കർത്താവ് തുറന്നു തരികയാണ് പരിശുദ്ധ ആത്മാവിന്റെ വലിയ ശുശ്രൂഷയില്. ഹല്ലേലൂയ, കർത്താവേ സ്തോത്രം. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഒരിക്കലും അത് പരാജയത്തിനുള്ള ഒരു വഴിയായിരിക്കത്തില്ല. അതൊരിക്കലും നമ്മുടെ തകർച്ചയ്ക്കല്ല, ഉയർച്ചയ്ക്കാണ്, അത് വിജയത്തിനാണ്. ഈ ദിവസങ്ങൾ നമ്മൾ കാണും ഈ ആ ഉയർച്ചയ്ക്കുള്ള വഴികൾ, ആ ഉയർച്ചകൾ എന്നും സാക്ഷ്യങ്ങളായി അത് വരും. ആത്മീയമായും ഭൗതികമായും കാണപ്പെടുന്ന തരത്തിൽ തന്നെ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു പെരുകേറി വർദ്ധിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവെല്ലാവരിലും കൂടുതലായി കാണപ്പെടുന്ന ദിവസങ്ങൾ, ആ ഒരു ആത്മീയ അഭിഷേകത്തിലേക്ക് ദൈവ സാന്നിധ്യത്തിൽ കൂടുതൽ കർത്താവ് നിറയ്ക്കാൻ പോവുകയാണ്. നമുക്ക് എങ്ങനെ തിരിച്ചറിയുന്നത്? അതായത് ഒരിക്കലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് വ്യക്തമായിട്ടാണ്, ഒരു ക്ലിയർ കട്ട് പോയിന്റ്സ് ആയിരിക്കും. ഒരിക്കലും അവിടെ നമ്മളെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആക്കില്ല. അങ്ങനെയാണോ ഇങ്ങനെയാണോ ഇതേപോലെയുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഒരിക്കലും ദൈവം നമ്മളെ കൊണ്ടെത്തിക്കത്തില്ല. പരിശുദ്ധാത്മാവിന്റെ ആലോചനകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ എൻകറേജ് ചെയ്യും, നമ്മളെ ബലപ്പെടുത്തും. ഓരോ ദിവസവും അനുദിനം നമ്മളെ വഴി നടത്തുന്ന ചിന്തകളായിരിക്കും. നമ്മളെ അത് സ്ട്രെങ്തൻ ചെയ്യാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ മുന്നോട്ട് വെക്കുന്ന ഓരോ കാര്യത്തിലും ആ ദൈവത്തിന്റെ ആലോചനകൾ നമ്മളെ സ്ട്രെങ്തൻ ചെയ്ത് വഴി നടത്തുമ്പോ ഇവിടെ പറയുന്ന നമ്മള് 11ാം വാക്യത്തില് പറയുന്ന അതിന്റെ കണ്ടിന്യൂഷൻ എന്ന പോലെ മനുഷ്യനിലുള്ളവ മനുഷ്യനിലെ ആത്മാവല്ലാതെ ആരറിയുന്നു? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവത്തിന്റെ ആത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രയും പ്രാപിച്ചത്. ഇവിടെ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവരാണ്. മനുഷ്യരുടെ ആത്മാവ് എന്ന് പറയുന്നത് നമ്മളെ കുറിച്ച് നമ്മൾക്ക് മാത്രമാണ് വ്യക്തമായി അറിയാവുന്നത്. ദൈവത്തെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവിനും അറിയാം. ഇവിടെ പറയുന്നത് നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല സ്വീകരിച്ചിരിക്കുന്നത്, പകരം ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. അതായത് നമ്മളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിന്റെ ആ ഒരു ഹിതം എന്തെന്ന് അറിയാനായിട്ട് പരിശുദ്ധാത്മാവില് നമ്മളെ വഴി നടത്തുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ജീവിക്കാനായിട്ട് എന്നും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. നമുക്കറിയാം, നമ്മൾ പരിശുദ്ധാത്മാവെ നമ്മളിലേക്ക് വരണമേ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തുന്ന ആ ഒരു ആത്മനിറവിൽ ഈ ദിവസങ്ങൾ നമുക്ക് ഉണ്ടാവട്ടെ. അതിന്റെ വലിയ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയട്ടെ. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി. അഞ്ചുമോളെ വളരെ മനോഹരമായി സ്തോത്രം ദൈവത്തിന്റെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവാത്മാവിനെ വളരെ മനോഹരമായിട്ട് സ്തോത്രം ഇൻട്രൊഡ്യൂസ് ചെയ്തു. സ്തോത്രം കർത്താവ് ധാരാളമായിട്ട് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം ഇത് കൃപായുഗമാണ്. സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്ന ഭാഗ്യകരമായ കർത്താവ് തന്നെ പറഞ്ഞൊരു കൊണ്ട് നിങ്ങൾ കാണുന്നത് കാണാൻ ഏറിയ രാജാക്കന്മാർ ആഗ്രഹിച്ചു, ഏറിയ പ്രവാചകന്മാർ ആഗ്രഹിച്ചു. അതുപോലെ പരിശുദ്ധാത്മാവ് സ്തോത്രം വ്യക്തിപരമായി നമ്മുടെ കൂടെ നടക്കുന്ന ഒരു കാലഘട്ടത്തിന് വേണ്ടി ലോകം മുഴുവൻ അല്ലെങ്കിൽ
യുഗങ്ങൾ മുഴുവൻ കൊതിച്ചതാണ്. സ്തോത്രം. ഒരിക്കൽ ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ നിന്റെ മേലുള്ള ആത്മാവിനെ 70 പേരുടെ മേലോട്ട് പകരാൻ പോവാ. അതിൽ ആ 70 പേരുടെ മേൽ പകർന്നപ്പം അതില് 2 പേര് സ്തോത്രം ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. അവര് പാളയത്തിന് വെളിയില്. അപ്പം അവരുടെ മേൽ ആത്മാവ് വന്നപ്പോ അവർ പാളയത്തിന് വെളി കിടന്ന് പ്രവചിക്കാൻ തുടങ്ങി. യോശുവ ഓടി വന്ന മോശയോട് പറഞ്ഞു, ദൈവം ഒരു പാലത്തിന് വെളിയിലാ കിടന്ന് പ്രവചിക്കുന്ന, അവരെ വിലക്കണമെന്ന്. അങ്ങനെ മോശ പറഞ്ഞ ഒരു മറുപടിയാ എന്നെ ഈ പറയുന്നേ, എന്റെ ആഗ്രഹം ഇസ്രായേൽ മക്കളെ മുഴുവൻ മേലും ആത്മാവ് വന്നിരുന്നെങ്കിൽ. അപ്പം പ്രിയപ്പെട്ടവരെ, ആ ഒരു കാലഘട്ടത്തിൽ അന്ത്യകാലത്തെ സകല ജഡത്തിന് മേലും എന്റെ ആത്മാവ്, എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വരുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലയേറിയതാണ്, ഏറ്റവും മനോഹരമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഏറ്റവും പ്രയോജനകരമായ അനുഗ്രഹിക്കപ്പെട്ട ഈ കാലഘട്ടം. പരിശുദ്ധാത്മാവുമായിട്ട് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഇന്ററാക്ട് ചെയ്യുന്ന എത്ര ഭാഗ്യകരമായ ഒരു കാലഘട്ടത്തിലാണ് ഈ കാലഘട്ടത്തിൽ ജനിക്കാൻ കഴിഞ്ഞ നമ്മുടെ ഭാഗ്യം. സ്തോത്രം. കാരണം ഇത് ഒരു ചരിത്രമായി കൊണ്ടിരിക്കുകയാണ്. ആമേൻ. താങ്ക് യു അഞ്ജുമോളെ. വളരെ സമൃദ്ധമായിട്ട് എനിക്ക് നേരത്തെ അഞ്ജുമോക്ക് ജോലിയുടെ ഭാഗമായിട്ട് മിക്കവാറും കയറാൻ സാധിക്കാറില്ല. 2 ദിവസം സൗദി ആയിട്ട് വന്നപ്പോൾ അങ്ങനെ കയറാൻ സാധിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവ് ഉപയോഗിച്ചു. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അഞ്ജുമോക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മുമ്പായിട്ട് പ്രാർത്ഥന ആവശ്യമുള്ള പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം. അതിനുവേണ്ടി അഞ്ജുമോട് തന്നെ പ്രാർത്ഥിക്കും. അതിനെ തുടർന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാമേ. വിനോദൂറെ ആവശ്യമുണ്ട്. നമ്മുടെ രാധ എന്ന ഒരു സഹോദരി മെഡിക്കൽ ഹോസ്പിറ്റലിൽ നിന്ന് സർജറിക്കായിട്ട് വിധേയപ്പെടുവാണ്. അപ്പൊ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. രാധ നമുക്ക് പ്രാർത്ഥിക്കണം. ജീസസ് ബ്രദർ, ജിഷ്ണു എന്ന സഹോദരൻ ഇന്നലെ രാത്രിയിൽ വയറുവേദന ഉണ്ടായിട്ട് ചേർത്തലേക്ക് കൊണ്ടുവന്നാണ്. അവിടുന്ന് വണ്ടാനത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പൊ സ്കാനൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താ റിസൾട്ട് പറഞ്ഞെന്ന് അറിയത്തില്ല. അത് മാറാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാകാൻ പ്രാർത്ഥിക്കാം. ബ്രദറെ, ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. കേട്ടോ, പാട്ട് പാടണേ. പാട്ട് പാടിക്കണം. പരിശുദ്ധാത്മാവേ, സ്തോത്രത്തോടെ ആവശ്യങ്ങളെ അറിയിക്കുക. ശരി. ബ്രദറെ, സോറി. എന്റെ മൂത്ത സഹോദരന്റെ 2 മക്കൾക്കും കല്യാണ പ്രായമൊക്കെ ആയി നിൽക്കുവാണ്. അപ്പൊ അവർക്ക് 2 പേർക്കും കല്യാണം നോക്കിയിട്ടൊന്നും ആകുന്നില്ല. അപ്പൊ അവർക്ക് തക്ക തുണയെ കർത്താവ് ആകുവാനായിട്ട് പ്രാർത്ഥിക്കണം എത്രയും പെട്ടെന്ന്. ജിമോളെ, ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണേ. ഹലോ ബ്രദറെ. അല്ല, അഞ്ചുമോളോടല്ല, അഞ്ചുമോളെ പ്രാർത്ഥിക്കണേ. കർത്താവെ, എല്ലാവരും കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവെ, വലിയൊരു ആത്മനിർവനാൽ, പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ആത്മനിർവനാൽ വിഷയങ്ങൾ കർത്താവ് വിടുതലാകുന്നത് കാണുവാൻ കർത്താവ് ഞങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഈ പറഞ്ഞ പ്രാർത്ഥന ആവശ്യങ്ങൾ ഓരോന്നായി കർത്താവ് അടുത്ത കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ സർജറിക്കായിട്ട് ആയിരിക്കുന്ന കർത്താവെ, രാധയെന്ന് പറയുന്ന ആ ഒരു ആന്റിയെ കർത്താവ് അടുത്ത കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നിന്റെ കരം അതിന്മേൽ കൂടെ ഇരുന്ന് പ്രവർത്തിക്കണം. കർത്താവെ, ഹല്ലേലൂയ. കർത്താവ് വലിയൊരു അത്ഭുതമാക്കി കർത്താവ് നീ മാറ്റണം. കർത്താവെ, ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ കർത്താവ് അവരുടെ മേലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, വയറുവേദനയായ കർത്താവെ, ഹോസ്പിറ്റലിൽ പ്രവർത്തിച്ചിരിക്കുന്ന കർത്താവെ, കുട്ടിയെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. കർത്താവ്, എത്രയും കർത്താവിന്റെ സൗഖ്യം കർത്താവെ, വിടുതൽ അനുഭവിക്കാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവെ, സാമ്പത്തിക ബുദ്ധിമുട്ടിനാൽ കർത്താവെ പറഞ്ഞിരിക്കുന്ന കർത്താവെ, വ്യക്തിജീവിതങ്ങളെ കർത്താവ് അടുത്ത കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, ഈ ദിവസങ്ങൾ കർത്താവെ, ഹല്ലേലൂയ, പെരുകേറി വർദ്ധിക്കുന്ന കാലമാണ്. ഹല്ലേലൂയ. കർത്താവെ, നിന്റെ വലിയൊരു വിടുതൽ കർത്താവെ, ഹല്ലേലൂയ, കാണുവാൻ കർത്താവെ അനുഗ്രഹിക്കണം. കർത്താവ്, കുടുംബങ്ങൾ കർത്താവ് അടുത്ത ദിവസം തന്നെ കർത്താവിന്റെ സാക്ഷ്യവുമായി കർത്താവിന്റെ സന്നിധിയിൽ നിൽപ്പാൻ കർത്താവ് ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവിന്റെ ആവശ്യങ്ങളുടെ മേൽ ഹല്ലേലൂയ
തന്റെ മക്കൾക്ക് വേണ്ടി ഹാലേലുയ സർവ്വതും എന്റെ കർത്താവിന്റെ കയ്യിലുണ്ടല്ലോ. ഹാലേലുയ ദിവസങ്ങൾ കർത്താവെ അതിന്റെ ഒരു ഹാലേലുയ കർത്താവെ നിറവ് അവർ അനുഭവിക്കട്ടെ കർത്താവ്. യേശുവേ സ്തോത്രം. ഹാലേലുയ കർത്താവെ വിവാഹാലോചനകൾക്കായി പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഹാലേലുയ കർത്താവെ വ്യക്തികളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈ ദിവസം കർത്താവ് അതിന്മേൽ വലിയ വിടുതലുകൾ നടക്കട്ടെ കർത്താവെ സ്തോത്രം. ഹാലേലുയ കർത്താവിന്റെ അഭിഷേകം അവരുടെ മേൽ ഇറങ്ങട്ടെ കർത്താവെ സ്തോത്രം. ഹാലേലുയ കർത്താവ് മുടങ്ങിയിരിക്കുന്ന അവസ്ഥകൾ മാറട്ടെ കർത്താവെ. എന്റെ വലിയ നിറവ് നിന്നാൽ കർത്താവെ ഓരോ ചുവടും ഹാലേലുയ കർത്താവെ എത്രയും വേഗം തന്നെ അതിലൊരു പ്രോഗ്രസ് ഉണ്ടാവാൻ കർത്താവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സഭയുടെ പ്രാർത്ഥന ശ്രേഷ്ഠമേറിയ പ്രാർത്ഥന കർത്താവെ. വലിയ വിടുതലുകൾ അല്ലെങ്കിൽ കർത്താവെ ഞങ്ങൾ കാണുന്ന കൃപയ്ക്കായി സ്തോത്രം. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരെയും കർത്താവെ അടുത്ത കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരുടെ എല്ലാ ആവശ്യങ്ങളിലും വലിയ കൃപയുള്ളതിനായി സ്തോത്രം. അല്ലെങ്കിൽ കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുക. നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവ് അത്ഭുതം ചെയ്തതിനായിട്ട് കർത്താവിനെ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ദൈവം നമ്മളോട് പങ്കുവെച്ച 5 മോളെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ബ്രദറെ. 5 മോളെ വളരെ അനുഗ്രഹമായിരുന്നു. കർത്താവ് ശക്തമായി ഇന്ന് പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചു. വളരെ സന്തോഷം. കർത്താവ് ഇനിയും ഒരുപാട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചേർന്ന് 5 മോളെ അനുഗ്രഹിക്കാം. പിതാവെ, ഞങ്ങൾ ചേർന്ന് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പ്രിയ മക്കളോട് പറയുന്ന ഓരോ വാക്കുകളും കർത്താവ് അങ്ങയുടെ ജീവനാണല്ലോ തന്റെ മക്കളോട് വെളിപ്പെടുത്തുന്നത്. കർത്താവ് 5 മോളെ ഞങ്ങൾ ചേർന്ന് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുമ്പോൾ കർത്താവെ കുഞ്ഞിന്റെ ഭാവിയിൽ കർത്താവോട് പ്രതീക്ഷിക്കാത്ത ഇന്ന് കേട്ട വചനം പോലെ തന്നെ കർത്താവെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത നന്മ കർത്താവെ കുഞ്ഞിന്റെ ജീവിതത്തിൽ അത് വെളിപ്പെടട്ടെ. കർത്താവെ പെരുകി ഏറി വർദ്ധിക്കട്ടെ. ജീവിതത്തിൽ എല്ലാ മേഖലയിലും 2023 കർത്താവെ കുഞ്ഞിന്റെ ജീവിതത്തിൽ അവൾ പെരുകി ഏറി വർദ്ധിക്കട്ടെ. എല്ലാ മേഖലയിലും കർത്താവോട് ചെയ്യുന്ന ജോലി കാര്യങ്ങളെല്ലാം കർത്താവയുടെ ഭാവിയിലുള്ള എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പെരുകി ഏറി വർദ്ധിക്കട്ടെ. ഞങ്ങൾ ചേർന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. സകല നന്മ കൊണ്ട് നിറച്ചതിന് നന്ദി കർത്താവെ, യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ജോളെ ആമേൻ. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച പോലെ തന്നെ. ആമേൻ. സോ നമുക്ക് നമ്മുടെ വീഡിയോസിലേക്ക് കിടക്കാം. തൻ വഴി പാമ്പായി മാറി ചെങ്കടൽ പിളർന്നു, യഹൂദർ കടന്നു. ചെങ്കടൽ പിളർന്നു, ഫറവോനെ മൂടി, പാറയെ പിളർന്നു, ഇസ്രായേലിൻ ദാഹം തീർത്തു. മണ്ണില്ല, വളമില്ല, വെള്ളമില്ല, കാവലില്ല. മണ്ണില്ല, വളമില്ല, വെള്ളമില്ല, കാവലില്ല. തളിർത്തു, പൂത്തു, കായ്ച്ചു. അത് തളിർത്തു, പൂത്തു, കായ്ച്ചു, ബലം നിറഞ്ഞു. എന്നെ അടിപൊളി ലിറിക്സ് ആണ്, എന്നെ മ്യൂസിക് ആണ്. സ്വന്തം ഇന്റർനാഷണൽ ലോകോത്തര നിലവാരത്തിലുള്ള
ധ്യാനം. സ്തോത്രം. ഇനി വരാൻ പോകുന്ന കാലങ്ങളൊക്കെ ഇത് പഠിക്കും. ഹല്ലേലൂയ. സ്വതം ഞാൻ ജലജാത്തിലെ പോയപ്പം എന്റെ ഉള്ളിൽ വരികയായിരുന്നു. സ്തോത്രം. ലൂക്കോസ് പണ്ട് സുവിശേഷം എഴുതിയപ്പം താന് നാളുകൾക്ക് കർത്താവിന്റെ സ്വർഗാരോഹണമൊക്കെ കഴിഞ്ഞ വിശ്വാസം വന്നേ. അതുകൊണ്ട് ഈ തന്റെ കൂട്ടുകാരനായ തിയോഫിലോസിന് വേണ്ടി യെരുശലേം വന്നിട്ട് ഓരോരുത്തരെ ഇന്റർവ്യൂ ചെയ്താ ഇതെല്ലാം എഴുതിയത്. അന്ന് നടന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞ പോലെ സ്തോത്രം. ലോക രാജ്യങ്ങളിൽ നിന്ന് ബൈബിൾ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ഐക്യത്ത് വന്ന് സ്തോത്രം നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളോട് സാറന്മാരോടൊക്കെ ചോദിക്കുന്ന രംഗം ആണല്ലേ. ചിക്കൻ കാലൊക്കെ കിട്ടിയല്ലേ, സ്തോത്രം. നുറുക്കിയ ചിക്കൻ പീസ് എല്ലാം കൂടെ ചേർന്ന് വലിയ കാലായിട്ട് കിട്ടിയല്ലേ, ആണല്ലേ. പരിശുദ്ധാത്മാവിനോട് പാടിയപ്പോൾ അങ്ങനെ ഓരോരുത്തരെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു കാലം. സ്തോത്രം. ഹല്ലേലൂയ. അനേക വലിയ സഭകളിൽ നിന്നുള്ളവര് ഇങ്ങനെ എന്തെങ്കിലും ഇത് സംഭവം നടക്കും, പരിശുദ്ധാത്മാവായിട്ട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് അഞ്ചുമോള് പറഞ്ഞ ഒരു കാര്യം, ദൈവാത്മാവുള്ളവന് മാത്രമേ ദൈവത്തിന്റെ വഴി കാണാൻ പറ്റൂ. അത് പറഞ്ഞപ്പോ ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മളൊരു 3D മൂവി കാണാൻ പണ്ടമായി ആദ്യമായിട്ട് 3D മൂവി ഇറങ്ങിയ മൈഡിയ കുട്ടിച്ചാത്തെന്ന് പറഞ്ഞൊരു മൂവിയാണ്. അപ്പം അന്ന് ഒക്കെയാണ് ഈ കണ്ണാടി. അപ്പൊ ഈ 3D മൂവി കാണാനായിട്ട് ഒരാൾ പോയാൽ നിങ്ങൾ ആ കണ്ണാടി ഇല്ലാതെ സ്ക്രീനെ നോക്കിയാൽ നിങ്ങൾക്ക് 2D ആയിട്ടേ കാണത്തുള്ളൂ. 3rd ഡയമെൻഷൻ കാണാനൊക്കത്തില്ല, ഇങ്ങനെ നീണ്ടു വരുന്ന കാണാനൊക്കത്തില്ല കണ്ണാടിയില്. കണ്ണാടി വെക്കുന്നതിന് മാത്രമേ ഇതിന്റെ 3ാമത്തെ ഡയമെൻഷൻ കാണാനൊക്കെ എന്ന് പറഞ്ഞ പോലെ സ്തോത്രം. ദൈവാത്മാവില്ലാത്ത ഒരാൾക്ക് ആ ചെങ്കടൽ നടുക്കത്തെ വഴി കാണാനൊക്കത്തില്ല. ദൈവാത്മാവില്ലാത്തവന് ഗോലിയാത്തിനെ നോക്കിയാൽ ഓടാനേ തോന്നത്തുള്ളൂ. പക്ഷെ പരിശുദ്ധാത്മാവുള്ളവൻ നോക്കുമ്പോൾ ആ 3ാമത്തെ ഡയമെൻഷൻ അല്ലെങ്കിൽ nth ഡയമെൻഷൻ ദൈവത്തിന്റെ വഴി കാണാം. സ്തോത്രം. ഹല്ലേലൂയ. വളരെ മനോഹരമായ കർത്താവ് ഒരുക്കിയിരിക്കുന്ന വഴി കാണാനായിട്ട് കർത്താവിന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കും. ലോകം വിഷയമാണെങ്കിൽ വെല്ലുവിളി കാണുമ്പോൾ ദൈവമക്കൾ അതിൻ്റെ അകത്തുള്ള വഴി കാണും. സ്തോത്രം. അതിൻ്റെ അകത്തുള്ള അത്ഭുതം കാണും. അമേൻ. ഇന്നലെ സാക്ഷ്യങ്ങളിലേക്ക് കടക്കാൻ പോവാണ്. ഇന്നലെ ചേർത്തലയില് നമ്മുടെ സ്വർഗീയ കുടുംബ സംഘമായിരുന്നു. റോയ് ബ്രദർ റോസ്മാൻഡിയുടെ ഭവനത്തിൽ അവിടെയുള്ള ഹോളിലായിരുന്നു. എന്റെ സൗരങ്ങളെ ഒന്നും പറയണ്ട. അടിപൊളി എന്ന് പറഞ്ഞാൽ സ്വപ്നം പറയാൻ വാക്കുകളില്ല. വളരെ സന്തോഷമായിരുന്നു. സജീവറാർ അതിന്റെ ക്ലിപ്പ് കിട്ടിയായിരുന്നോ? ആ ശരി, അതൊന്ന് കാണിക്കാം. ദൂതോർക്കുന്നുണ്ടല്ലോ, വെട്ടിക്കുള്ളി കൂട്ടം പോലെ ഫ്ലൈറ്റ് മുഴുവൻ ചാർട്ട് ചെയ്യുന്നുണ്ട്. ബൈക്ക് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ചേർത്തൽ എന്ന് പറഞ്ഞാൽ അധികം പേർക്ക് അറിയത്തില്ല. നസ്രയത്തിന്റെ കാര്യം പറഞ്ഞ പോലെ, പക്ഷെ ലോകം മുഴുവൻ അറിയും. തങ്കുറാറ് ബൈക്കിന്റെ കുറിച്ച് പറഞ്ഞ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? തലയോളപ്പറമ്പ് കഴിഞ്ഞിട്ട് പറഞ്ഞേ എല്ലാവരും നിങ്ങളുടെ സ്തുതി നാടെങ്കും പരക്കാം. ആ അപ്പോസ്തലൻ പറഞ്ഞ വാക്ക് അപ്പന്റെ വാക്കാണ്. അത് നടന്നിരിക്കും. നോക്കാൻ പറ്റില്ല, ഭാര്യനെ നോക്കാൻ പറ്റത്തില്ല. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഭാര്യ ഭർത്താവ് അടുക്കളയിൽ ജോലി ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടോ? യെസ് ഓർ നോ? ഭാര്യയെ ഭർത്താവ് അടുക്കളയിൽ ജോലി ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടോ? യെസ് ഓർ നോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പിടിച്ചു. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പരിശുദ്ധാത്മകാറ്റ് വേലകാലം വന്നേ, പെരുകിയേറി വർദ്ധിക്കും കാലം വന്നേ. പരിശുദ്ധാത്മകാറ്റ് വേലകാലം വന്നേ, പെരുകിയേറി വർദ്ധിക്കും കാലം
Happy birthday to you. Happy birthday, happy birthday. And the stars burning tonight. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. ലൂയ്യ എന്റെ സൗരങ്ങളെ ഒന്നും പറയേണ്ട ആവശ്യം. നമ്മുടെ കുഞ്ഞൊക്കെ ഓരോ ഗെയിം ഒപ്പിച്ചിട്ട് അടിപൊളിയായിരുന്നു സ്വത്രം. ഇന്നലെ സ്വത്രം ലോകമൊക്കെ മലയാളികൾ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ശരിക്കും ലോകം പറയുന്നത് ഗുഡ് ഫ്രൈഡേ ആണ്. സ്വത്രം നമ്മളെ ശരിക്കും ഗുഡ് ഫ്രൈഡേയിൽ കർത്താവ് തന്ന ആ സന്തോഷവും സ്വാതന്ത്ര്യവും ഒക്കെ അനുഭവിച്ചു. വളരെ അനുഗ്രഹമായിരുന്നു സ്വത്രം. അടിപൊളിയായി. കർത്താവിന് വെച്ചാൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ കുടുംബസംഗമം നടത്തണം. ഇന്നലെ എല്ലാവരും ചിരിച്ച് സന്തോഷിച്ചെന്ന് പറഞ്ഞാല് അവസാനം പിരിയമല്ലാത്ത പോലെ സ്തോത്രം അനുഭവമായിരുന്നു. കഴിഞ്ഞ് സ്നാനം ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു തോന്നുന്നു. അവൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇനി സാക്ഷ്യങ്ങളുള്ളവർക്ക് പങ്കുവെക്കാം. ബ്ലോസമിങ് ജീസസ് ബ്രദറെ, ഇന്നലെ എന്റെ ഒരു രസീത് വിറ്റ് കാണാതെ പോയി. അന്നേരം അത് എത്ര ബില്ലുണ്ടോ അത്രയും പൈസ അത് കണ്ടില്ലെങ്കിൽ ഞാൻ പൈസ പഞ്ചായത്തിന് അടയ്ക്കണം. അന്നേരം അത് കാണാതെ പോയി. വൈകിട്ട് ഞാൻ നോക്കിയിട്ട് എങ്ങും കാണുന്നില്ല. അന്നേരം ഞാൻ പറഞ്ഞേ, എനിക്ക് പാട്ട് പാടാൻ വരുന്നില്ല. മോളോട് പറഞ്ഞു, മോൾ ഇന്ന് പാട്ട് പാട് എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞപ്പോ ചെയ്തില്ലേ, ഉറങ്ങാൻ കിടന്നപ്പോ അവള് പാട്ട് പാടി. എന്റെ പൊന്നു പരിശുദ്ധാത്മാവേ എന്റെ അമ്മയുടെ ബില്ലൊന്ന് കാട്ടിക്കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞ് പാട്ടിക്കൊണ്ടാണ് കിടന്നത്. പക്ഷെ ഞാൻ ഇന്നലെ ചേർത്തല വന്നപ്പോ കൊണ്ടുവന്ന ബൈബിളാ. രാവിലെ ബൈബിൾ എടുത്ത് പ്രാർത്ഥിക്കാൻ എടുത്തപ്പോ ആ ബൈബിളിനകത്തിരിക്കുന്ന ബിൽകുറ്റി. എല്ലാ മുഖത്തും എന്റെ കർത്താവിന്. പരിശുദ്ധാത്മാവിന് കൊണ്ടുവെക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ബൈബിളിന്റെ അകത്ത് തന്നെ വെച്ചു. ആമേൻ. അടിപൊളി. സ്തോത്രം. ഇതാണ് സ്തോത്രം. എല്ലാവരും ദൈവാത്മാവിന്റെ കൂടെ നടക്കുന്ന ഒരു കാലഘട്ടം. ആമേൻ. എന്ത് സാക്ഷ്യങ്ങളായാലും നമുക്ക് ഇതെല്ലാം കേട്ടോ. നമ്മുടെ ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാക്ഷ്യങ്ങളും നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചു തരണേ. ഇതെല്ലാം നമ്മൾ സേവ് ചെയ്ത് വെക്കുക. നമ്മൾ കുറെ നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് സേവ് ചെയ്യണം. നാളെ യൂണിവേഴ്സിറ്റി നിന്നൊക്കെ പഠിക്കാനായിട്ട് ഇനിയും ആൾക്കാർക്ക് PhD ഡോക്ടറേറ്റ് കിട്ടണമെങ്കിൽ ഇത് തീസിസ് പഠിച്ചാലേ കിട്ടത്തുള്ളൂ. അതുപോലൊരു കാലഘട്ടം വരുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് സേവ് ചെയ്ത് വെക്കണം. ആമേൻ. ഹല്ലേലൂയ. അത് ഇന്നലെ അവിടെ ഒരു ജോഷി ബ്രദർ ഉണ്ടായിരുന്നു, പുതിയൊരു ബ്രദർ. അതുപോലെ നമ്മുടെ മധു ബ്രദർ. എന്റെ അടിപൊളി ഡാൻസ്. നമ്മുടെ ബിന്ദു സഹോദരിയുടെ ഒക്കെ പുതിയൊരു സ്റ്റെപ്പ് സൂപ്പർ സ്റ്റെപ്പായിരുന്നു. ബിന്ദു സഹോദരിക്ക് ഇതിന്റെ അകത്തുണ്ടോ? ബിന്ദു സഹോദരി ഒത്തിരി ഡിഗ്രി ഉള്ള ഒരാളാണ്. പക്ഷെ സൗദിക്ക് അവിടെ നെറ്റിന്റെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാരെയും ആ സ്റ്റെപ്പ് പഠിപ്പിച്ചേനെ. സ്തോത്രം. അതുപോലെ എല്ലാവരും ചിന്തിച്ച പോലെ ഒന്നുമല്ല. എത്ര കലാകാരന്മാരല്ലേ നിൽബേറെ. കലാകാരന്മാർ ഇഷ്ടം പോലെ കലാകാരന്മാരും കലാകാരിമാരുമായിരുന്നു. അറിഞ്ഞില്ല ഇത്രയും പേര് ഇത് സഭയിലുണ്ടെന്നല്ലേ അല്ലേ നിൽബേറെ? ഇത്രയും കലാകാരുണ്ടെന്നല്ലേ അറിഞ്ഞിരുന്നോ? ഒരിക്കലും അറിഞ്ഞില്ല ബ്രദറെ. ഇതിന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ബ്രദറെ, ഞാനത് ഒന്നും വിളിച്ചു പറഞ്ഞു, ഒന്നും ഇങ്ങനെ സെറ്റ് ചെയ്യണം അങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് അവരോട് പറഞ്ഞേയില്ല. ഞാൻ അങ്ങോട്ട് നോക്കി പോലും. പക്ഷെ ദൈവാത്മാവ് ഞാൻ പറഞ്ഞു, കർത്താവ് ഒന്നും സെറ്റ് ചെയ്യാതെ നേരത്തെ ഒരു പ്ലാൻ ഇല്ലാതെ അങ്ങയുടെ കരം അവിടെ ചലിച്ച് ദൈവദാസം വരുമ്പോഴും എല്ലാം അങ്ങയുടെ പ്രവൃത്തിയായിരിക്കണം അവിടെ കാണേണ്ടത് എന്ന് പക്ഷെ ഒന്നും പ്ലാൻ ഇല്ലാതെ കർത്താവ് അത്ഭുത ഇതെല്ലാം പ്ലാൻ ചെയ്താൽ ഇത്ര ഭംഗിയായിട്ട് നടക്കത്തില്ല. അതുപോലെ കർത്താവ് പ്ലാൻ ചെയ്താൽ നടക്കത്തില്ല. അങ്ങനെ ഒരിക്കലും വരുന്നില്ല. അപ്പൊ അതിനെ കഴിഞ്ഞ് മനോഹരമായിട്ട് പരിശുദ്ധാത്മാവ് ചെയ്തെടുത്തതിനോ എന്നെ കർത്താവിനെ സ്തുതിക്കുക. ഒരിക്കലും മറക്കാൻ പറ്റാത്ത, അതായത് വർഷങ്ങൾ കൂടി ഒന്ന് സന്തോഷിച്ച ഒരു അനുഭവം. സത്യത്തിൽ അത് എനിക്ക് എന്റെ ഉള്ളിൽ തോന്നിയോണ്ട് ഞാൻ പറഞ്ഞ മറ്റ് സഭയോടെ വന്നിരുന്നത് നല്ലതായിരുന്നു. എനിക്ക് എന്റെ ഉള്ളിൽ തോന്നി അത് ഒരു ഭയങ്കര സംഭവമായിരിക്കും. കൃപയാൽ അങ്ങനെ ചെയ്തെടുത്തതിനായി ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കും. ഞാൻ അൻവർ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഞാൻ അവിടെ വരിക,
അന്നേരം ഉള്ളിലൊരു ഇതുണ്ടായിരുന്നു. കാരണം നമ്മുടെ പൗരാന്ന് കിട്ടിയ പാട്ടിന്റെ അതിന്റെ അകത്ത് ഒരു പാട്ടില് 1-2 ലൈൻ ഇങ്ങനെ കത്താവും. പുതിയ 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 പേര് നൽകിടും, ഉയർത്തി 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 മാനിക്കും. അപ്പം ഇത് കഴിഞ്ഞ ദിവസം ചാമക്കാല ഏരിയ മീറ്റിംഗ് വന്നപ്പോഴത്തേനും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പാടുന്ന പോലെ സ്തോത്രം ഒന്ന് പാടാനായിട്ടൊരു ആഗ്രഹം വന്നു. ചാമക്കാലയിലാണ് അത് ആദ്യം പാടിയത്. നമ്മുടെ അവിടെ മിനിസോരയുടെ ഭവനത് മിനി ജോഷിയുടെ വീട്ടിൽ അങ്ങനെ പാടി. അവിടെ വന്നപ്പോ തന്നെ ഞാൻ ആഗ്രഹിച്ചെന്നാ പിന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് പാടിച്ചു തുടങ്ങി. പക്ഷെ സംഭവം തുടങ്ങിയപ്പോ കളം മാറി. പരിശുദ്ധാത്മ വേറെ ലെവലിലോട്ട് അങ്ങ് കൊണ്ടുപോയി. എല്ലാവരും തുള്ളിച്ചാടി സന്തോഷിച്ച് ആനന്ദിച്ച് വളരെ സന്തോഷം. പട്ടണത്തിൽ മഹാസന്തോഷം എന്ന് പറയുന്ന പോലെ സഭയിൽ വേറൊരു ലെവലാണ്. ഇതാ വാസ്തവത്തിൽ ഞാൻ പറഞ്ഞ സഭ എന്ന് പറഞ്ഞ ഇതാ ഈ ഒരു സന്തോഷമാണ്. പലപ്പോഴും നമ്മൾ അതിനെ ആത്മീയതയുടെ ഒരു പരിവേഷം ഇട്ട് ഭയങ്കര ഗൗരവത്തിൽ ഈ പിള്ളേരവിടെ നിന്ന് അങ്ങോട്ടൊന്ന് അനങ്ങിയാൽ പോലും അവരെ പിടിച്ചിരുത്തി മീറ്റിംഗ് ഇരിക്കുകയല്ല പ്രാർത്ഥനയ്ക്കല്ല ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വേറൊരു ചിത്രമായിരുന്നു നമ്മുടെ മീറ്റിങ്ങിനെ കുറിച്ച് ലോകത്തിന് കിട്ടിയിരിക്കുന്നത്. അത് മാറ്റണം. ഇതാണ് യഥാർത്ഥ സന്തോഷം, സ്വാതന്ത്ര്യം. ഈ ഒരു സന്തോഷം കഴിഞ്ഞാൽ യൂത്ത് മുഴുവൻ വരുമെന്നേ. അവര് വേറെ ഒന്നിനും പുറകെ പോകത്തില്ല. അവര് പറയും ഇത്രയും സന്തോഷം ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ഇതിനെ വെറുതെ മദ്യവും മയക്കുമരുന്നിനും പോയി. സ്തോത്രം. അത് യഥാർത്ഥമായ ക്രിസ്തീയ സന്തോഷം, സ്വാതന്ത്ര്യവും ലോകം അറിഞ്ഞാൽ അവർ വേറെ ഒന്നിനും പുറകെ പോകത്തില്ല. ആമേൻ. സ്തോത്രം. അങ്ങനെ അടിപൊളിയായിട്ട് മനോഹരമായിരുന്നു. സ്തോത്രം. ഇനി സാക്ഷ്യങ്ങൾ അവർക്ക് പങ്കുവെക്കാം. സാക്ഷ്യങ്ങൾ പങ്കുവെക്കാൻ. അതുപോലെ ഇന്നലെ ഒരു അത്ഭുത ഒരു സ്റ്റോറിക്ക് 24 വർഷമായിട്ട് തന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ഇതിനെ ആന്തരിക മുറിവിനെ കർത്താവ് സൗഖ്യം, ഇന്നർ ഹീലിംഗ്. 24 വർഷമായിട്ട് ഇങ്ങനെ അത്ഭുത വിടുതലുകളും അവിടെ നടന്നു. സ്തോത്രം. വേറെ സാക്ഷ്യങ്ങൾ ആർക്കെങ്കിലും പങ്കുവെക്കാനുണ്ടോ? ഓക്കെ. ബർത്ത്ഡേ ഉണ്ടോ സജി? ഇവിടെ ബർത്ത്ഡേ ഉണ്ടല്ലോ. യെസ്. ഓക്കെ. ഇന്ന് നമ്മുടെ സജീവ് ബ്രദറിന്റെ ബർത്ത്ഡേ ആണ്. സ്തോത്രം. സജീവ് ബ്രദർ ആരാ പ്രാർത്ഥിക്കും? ഞാൻ പ്രാർത്ഥിക്കാം. പിതാവ് യേശുവിന്റെ നാമത്തിൽ പിതാവെ ഞങ്ങൾ ചേർന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്നു. എന്റെ മക്കൾ പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ പിതാവെ സ്വർഗത്തിലെ അങ്ങയുടെ എല്ലാ നിറവിനോളം നിറയണം. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ പിതാവെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവെ ഈ കാലഘട്ടം തന്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ ദിവസങ്ങളാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. സകല നന്മ കൊണ്ട് നിറയ്ക്കണം. പ്രാർത്ഥന കേട്ട നന്ദി കർത്താവെ, യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. 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 നമുക്ക് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം എന്ന രാജ്യത്തിന് വേണ്ടിയാണ് പ്രധാനമായും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ തന്നെ പ്രാരംഭത്തിൽ നമ്മുടെ ഇസ്രായേലിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവാത്മാവിന്റെ സ്വന്തം ഡയസസിൽ നമ്മൾ പ്രാർത്ഥിച്ചില്ല പിന്നെ ആരാ പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ ഹൃദയമാണ് ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. കാരണം ദൈവത്തിന്റെ സ്വന്തം ജനമായി ദൈവം അവരെ തെരഞ്ഞെടുത്ത നാൾ മുതൽ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും ദൃക്സാക്ഷിയാണ് പരിശുദ്ധാത്മാവ്. സ്തോത്രം. ആമേൻ. ദൂരെ പ്രവാസങ്ങൾ അനുഭവിച്ച ഒരു ജനത, കഷ്ടങ്ങൾ അനുഭവിച്ച ജനത, പീഡനം അനുഭവിച്ച ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അവരുടെ നഷ്ടം നമുക്ക് ലാഭമായി തീർന്നെങ്കിൽ ആ ജനം മുഴുവൻ രക്ഷിക്കപ്പെടുവാൻ അതിനുവേണ്ടി അവരുടെ ആത്മീയ നന്മകളിൽ നമ്മൾ പങ്കാളികളായവരാണ്. പ്രാർത്ഥിക്കാം. പിതാവേ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന ഒരു മനസ്സോടെ പിതാവേ സ്തോത്രം. അങ്ങയുടെ സ്വന്തം ജനമായ നിങ്ങളുടെ കർത്താവിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കും. യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ലോകമെമ്പാടും വസിക്കുന്ന എല്ലാ സകല യഹൂദ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ സ്തോത്രം. അവരെല്ലാവരും രക്ഷിക്കപ്പെടുക എന്നുള്ളത് കർത്താവെ അങ്ങയുടെ ആഗ്രഹം. പരിശുദ്ധാത്മാവെ അങ്ങയുടെ ആഗ്രഹമാണ്. സ്തോത്രം. ഇസ്രായേൽ മുഴുവനായും രക്ഷിക്കപ്പെടും എന്ന വാഗ്ദത്തത്തിനായി നന്ദി കർത്താവേ സ്തോത്രം. അവർ മുഴുവൻ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കുത്തിയെങ്കിലേക്ക് നോക്കും അവരുടെ വചനപ്രകാരം കർത്താവ്. ആരെയാണോ അവർ കുത്തി തുളച്ചത് ആ കർത്താവ് തന്നെയാണ് യഥാർത്ഥ മെഷിയ എന്നറിയുവാൻ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ സ്തോത്രം. ഇസ്രായേൽ രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രൈം മിനിസ്റ്ററിനായി, അവിടുത്തെ എല്ലാ മിനിസ്റ്റേഴ്സിനെയും കർത്താവെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവര്, അവിടുത്തെ സൈനികര്, കർത്താവെ കർഷകര്, എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ രാജ്യം സമ്പൽ സമൃദ്ധമാകട്ടെ. കർത്താവെ മിഡിൽ ഈസ്റ്റിൽ മുഴുവനായിട്ടും പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിനും ചുറ്റുമുള്ള രാഷ്ട്രങ്ങളോട് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനം ഉണ്ടാകട്ടെ, സ്വസ്ഥത ഉണ്ടാകട്ടെ. കർത്താവെ ടെററിസം ഒന്നും ഇല്ലാതെ, ഒരു ഭീകരവാദവും ഇല്ലാതെ സമാധാനവും സ്വസ്ഥതയും ആ രാഷ്ട്രത്തിൽ ഉണ്ടാകട്ടെ. കർത്താവെ ചുറ്റുമുള്ള രാഷ്ട്രങ്ങൾക്കും സമാധാനം ഉണ്ടാകട്ടെ. യെരൂശലേമിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആ പട്ടണത്തിന്റെ സമാധാനത്തിന്, മഹാരാജാവിന്റെ പട്ടണമാകുന്നു യെരൂശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇനി ആ പട്ടണത്തിൽ ഒരു ബോംബ് സ്ഫോടനവും ഒരു കർത്താവ് വേണ്ടാത്ത ഒന്നും നടക്കാൻ അനുവദിക്കുന്നില്ല. കർത്താവിന്റെ സമാധാനം, കർത്താവിന്റെ ദൂതന്മാരുടെ കാവലും ആ പട്ടണത്തിനുള്ളതിനായി സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള സഭകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന യഹൂദന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മെസ്സിയാനിക് ജ്യൂസിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടെയുള്ള എല്ലാ സഭകളെയും അനുഗ്രഹിക്കുമ്പോൾ വിശേഷാൽ സ്വർഗീയ വരുന്ന സഭകൾക്കായി സ്തോത്രം. ശുദ്ധ സ്തോരി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റു സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇസ്രായേൽ പട്ടണങ്ങളിൽ മുഴുവൻ എന്റെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, പരിശുദ്ധാത്മാവിനോട് കൂടെ ആയിരിക്കാൻ സ്വർഗീയ വിരുന്നിന് ആഗമാനമായ അടിയങ്ങളെ വിശേഷാൽ വൈക്കണ്ട ഐസിസിനെ കർത്താവ് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ ലോകത്തിലുള്ള സകല 800 കോടി ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല ദൈവമക്കൾക്ക് വേണ്ടി, ദൈവാസന്മാർക്ക് വേണ്ടിയും സഭകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. എല്ലാ രാജാക്കന്മാരെ, അധികാരസ്ഥന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ. കർത്താവെ അപ്പോൾ തന്നെ ഞങ്ങള് തൈവാൻ എന്ന രാജ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ രാജ്യത്തിന് ഉണർവിന് വേണ്ടി ഞങ്ങളുടെ ആത്മീയപിതാവായ തന്നെ കരങ്ങളിൽ ഉപയോഗിച്ചതിനായി നന്ദി പറയും. ഇനിയും കർത്താവെ യവനെ വീണ്ടും ശക്തമായി അവിടെ ഉപയോഗിക്കുന്നതിനായി, സ്വർഗീയ ആ രാജ്യത്തിന്റെ ഉണർവിന് വേണ്ടി കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നതിനായി നന്ദി പറയുകയാണ് കർത്താവ്. എല്ലാ നന്മകളാലും നിറയ്ക്കണം. ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഭാരതത്തെ അനുഗ്രഹിക്കുന്ന ദൈവാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നാളത്തെ സഭായോഗത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യണം. പ്രത്യേകിച്ച് പ്രിയതം കൂടെ കർത്താവെ കോട്ടത്തിൽ സൂക്ഷിക്കുമ്പോൾ ദൈവമഹത്വത്താൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യും. എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകൾക്കായി സ്തോത്രം. ബൈബിൾ കോളേജിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളായാലും നിറയ്ക്കണം. മൊത്തം അംഗീകരിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ. ആമേൻ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അപ്പോൾ ഇന്ന് നമ്മുടെ ജിഷ്ണുവിനെ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ടോ? സോറി, മെസ്സേജ് പറയുന്നുണ്ടല്ലോ അല്ലെ ജിഷ്ണു? ജിഷ്ണു കേൾക്കാവോ? ജിഷ്ണു, എനിക്കൊന്ന് ജിഷ്ണു സൺഷൈനില്ല. അവൻ കോട്ടയത്ത് കയറി. അയ്യോ, സോറി ഇന്ന് രാവിലെ അത് മറന്നു. സെൻട്രൽ ലൈസൻസ് അതുപോലെ സൺഷൈനിൽ നിന്ന് മെസ്സേജ് എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിഷ്ണുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാന കർത്താവെ സെൻട്രൽ ലൈസൻസ് സൂക്ഷിക്കാനുള്ള വലിയ ചെയ്യണമേ. അതുപോലെ സൺഷൈനിലും കർത്താവ് പരിശുദ്ധാത്മാവായി സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മോർണിംഗ് വീഡിയോ കഴിഞ്ഞ് ബിജുബ്രദറെ മ്യൂട്ട് ചെയ്യണേ. മുഹമ്മയിലെ ബിജുബ്രദർ മ്യൂട്ട് ചെയ്യണേ. സ്തോത്രം. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. മോർണിംഗ് വീഡിയോ കഴിഞ്ഞ ശേഷം നമുക്ക് പാസ്റ്റേഴ്സ് ഈ ലിങ്കിൽ തന്നെ നമുക്കൊന്ന് കയറാം. നാളത്തെ സഭായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. ആമേൻ. ആകയാൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രാന്റെ ശുദ്ധാന്റെ കൃപീകരണയും പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വാത്സല്യവും വ്യക്തിപരമായി ഉണ്ടായിട്ട് നാം ഓരോരുത്തരും കർത്താവിൽ നമ്മളെ വഴി നടത്തുന്ന നമ്മുടെ ദൈവാസന്മാരോട് കർത്താവിന്റെ പട്ടണമായ യെരൂശലേമിന്റെ സമാധാനം ഇസ്രായേൽ ജനതയോടും സകല രാജ്യങ്ങളോടും, പ്രത്യേകിച്ച് നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയോടും കൂടി മുന്നേക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു കർത്താവാന്തരം പേരുകയേറി വർദ്ധിപ്പിക്കുന്ന പിതാവായ ദൈവത്തിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. പലപ്പോഴും ഈ കണ്ടംനേഷൻ ദുഷ്ടൻ തലയിലിടുമ്പോൾ ദൈവവചനം സുവിശേഷത്തിലൂടെ വെളിപ്പെട്ടു വരിക. എന്താ വെളിപ്പെട്ടു വരുന്നത്? നീതി. എന്നെ ദൈവം നീതിമാനാക്കി. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യർ 5:21 പറയാണ്, യേശു പാപമായി തീർന്നു. പാപം ചുമക്കുവല്ല, ഹി ബിക്കേം സിൻ ദാറ്റ് വി വിൽ ബിക്കം റൈച്ചസ്. ഞാൻ നീതി ആയത് യേശു പാപമായി തീർന്നു, അതിന് ദൈവം എന്നെ നീതിമാനാക്കി. സ്തോത്രം. അല്ലെ, സ്വയം ശാപമായിക്കൊണ്ട് എന്നെ അനുഗ്രഹിച്ചു, സ്വയം പാപം വഹിച്ചുകൊണ്ട് എന്നെ നീതീകരിച്ച നല്ല കർത്താവ്, സ്വയം മരണം വഹിച്ചുകൊണ്ട് നമുക്ക് ജീവൻ തന്ന നല്ല കർത്താവ്. സ്തോത്രം. ആമേൻ. അനുഗ്രഹിക്കട്ടെ. നമുക്ക് സ്തോത്രം. പാസ്റ്റേഴ്സ് വീണ്ടും ഉടനെ ഈ ലിങ്കിൽ തന്നെ കയറണേ.
ഓക്കെ, ബാക്കി എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരത്തിൽ കാര്യങ്ങൾ നടക്കട്ടെ. തിങ്കളാഴ്ച കർത്താവിനെ വെച്ച് നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടി കർത്താവിനെ മഹത്വപ്പെടുത്താം. അത്ഭുത സാക്ഷ്യങ്ങൾ പെരുകിയേറി വർദ്ധിക്കട്ടെ.